എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവചന ചിന്തയിൽ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തെ ആധാരമാക്കി കർത്താവ് മറ്റൊരു ചിന്ത കൈമാറുകയാണ്. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എല്ലാ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് നമ്മോടൊപ്പം ദൈവത്തിൻ്റെ കരം ഉണ്ടാകണമെന്നും നമ്മുടെ യാത്രയിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കണമെന്നും നാം ചെയ്യുന്നതൊക്കെ സാധിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെങ്കിലും പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് നിരാശ വരാറുണ്ട്, ആഗ്രഹിച്ചതുപോലെ കാര്യം നടക്കാതെ വരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ എനിക്കും നിങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തെ മാത്രമല്ല, അവൻ്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പാക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷക്കാലമായി ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ കുളക്കരയിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ഏത് മനുഷ്യനും സൗഖ്യമാകുമെന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. ദൈവത്തെങ്കിലേക്ക് വന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ 38 വർഷമായണക്കെയും സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ കുളത്തിലിറക്കാൻ പോലും ആരുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലവാരത്തിൽ, നിങ്ങൾക്കൊരു സഹായത്തിന് ആളില്ലാതെ, നിങ്ങളെ കൈയൊഴിഞ്ഞ നിലവാരത്തിൽ, നിങ്ങൾ ഒരു അധികപ്പറ്റുന്ന നിലവാരത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പോലും കർത്താവ് ഇന്ന് പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ കർത്താവുണ്ട്. അവൻ ഉപേക്ഷിക്കപ്പെട്ട നിലവാരത്തിൽ, ആരോരുമില്ലാത്ത ജീവിതാനുഭവത്തിൽ, ആശ്രയമില്ല എന്ന് തോന്നുന്ന നിലവാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. ആരോരുമില്ലാത്തവനെ സഹായിപ്പാൻ കർത്താവിൻ്റെ കരം ഇറങ്ങി വരികയാണ്. അത് യേശു കർത്താവ് അവൻ ഏറെ നാളായി കിടക്കുന്നത് കണ്ടിട്ട് അവൻ്റെ അരികിൽ ചെന്ന് അവനോട് ചോദിക്കുക, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്നെ അത്ഭുതമാക്കാൻ ഇതുവരെ മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ, പുതിയ നിലവാരത്തിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. കുളത്തിലിറങ്ങി സൗഖ്യമായവരാണ് അവിടെ എല്ലാവരുമെങ്കിൽ, ഇന്ന് 38 വർഷക്കാലമായി കിടക്കുന്നവൻ ആ കുളത്തിലിറങ്ങാതെ തൻ്റെ കട്ടിൽ ചുമന്നെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങി പോകുന്ന കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അത്ഭുതം അത് വെളിപ്പെട്ടെങ്കിൽ, അതെ, ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവനെ അവൻ അടുത്തു വന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്നും നമുക്ക് വേണ്ടിയിട്ടുണ്ട്. നിങ്ങൾ നിരാശപ്പെടേണ്ട, ജീവിത ഭാരങ്ങളുടെ നടുവിൽ ആകുലപ്പെടേണ്ട. നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങളെ അത്ഭുതമാക്കാൻ യേശുവിൻ്റെ കരമുണ്ട്. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, അവൻ നിങ്ങളുടെ അടുക്കലേക്ക് അടുത്തു വരും. അവൻ വന്ന് നിങ്ങളെ അത്ഭുതമാക്കും, അവൻ നിങ്ങളെ അതിശയമാക്കും. കർത്താവിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ.